ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. കാളകണ്ഠസുതേ ദേവി കാളമേഘസമപ്രഭേ കാലദോഷഹരേ നിൻ തൃക്കാലതിൽ ചേർക്കമേ മനം. അമരീകബരീഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാ തസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീകുരുതേ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ബ്രഹ്മാനന്ദരസം യസ്യ വാണീ വർഷത്യഭീക്ഷ്ണശഃ വന്ദേ പരമഹംസം തം ഭൂമാനന്ദാഖ്യസദ്ഗുരും. ശ്രീ സദ്ഗുരവേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്ത പോലെ ഈ പ്രൗഢമായ പ്രവക്തൃപീഠം അലങ്കരിക്കേണ്ടിയിരുന്നത് ഞങ്ങൾക്കെല്ലാം വളരെ സ്നേഹവും വാത്സല്യമൊക്കെ എപ്പോഴും ഞങ്ങളോട് എല്ലാവരോടും അനുഗ്രഹമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ യുക്തദാസ് സ്വാമിനി ശിവപ്രിയ മാതാജിയായിരുന്നു. വലിയൊരു മോഹത്തോടു കൂടിയാണ് എന്നോടൊക്കെ എപ്പോഴും പറയുക, വർഷത്തിലൊരിക്കൽ ഒരു എനർജൈസേഷനാണെന്നാണ് പറയുക. ഇവിടെ മാതാജി ഒരു പ്രവചനം കിട്ടില്ലേ, മാതാജി വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ മാതിരി കുറേ കഥയും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് പറയും. ഇത്തവണ മാതാജി മത്സ്യപുരാണമൊക്കെ വളരെയധികം ഗവേഷണം ചെയ്ത് അതിലൊരുപാട് ഗുണപാഠകഥകളുണ്ട്, എന്നെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊക്കെ പറയാമെന്ന് ഉദ്ദേശിച്ച് ഒക്കെ തയ്യാറായതായിരുന്നു. പക്ഷേ അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത് എന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും, ഭഗവാൻ നമ്മളെയൊക്കെ നടത്തിക്കൊണ്ടുപോവുക വേറെ വഴി കൂടെയാണ്, പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ സംഭവിച്ചു. അവർക്ക് പനി വന്നു, മാറുന്നു വിചാരിച്ചു. ഇന്നലെ വരെ വരാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ വയ്യ, തീരെ ഇരിക്കണ്ടേ, ഇത്രയും നേരം സംസാരിക്കണ്ടേ, ശ്വാസം മുട്ടൊക്കെ ഉണ്ട്, ചുമയുണ്ട്, ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ എന്നെക്കൊണ്ടിങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടിച്ചേക്കണേ. എന്താ പറയണ്ടേ, എന്തൊക്കെയാണ് സംവദിക്കേണ്ടതെന്നൊന്നും ഒരു ധാരണയില്ലാണ്ട് വന്നു. അവരിങ്ങനെ കൊണ്ടുപോകുക ഒരു വഴി കൂടെയൊക്കെ അങ്ങനെ പോവാന്നാണ് വെച്ചേക്കണേ. എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലോ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. നമ്മളിപ്പോൾ ഇത് 17ാമത്തെ കൊല്ലം എന്നല്ലേ പറഞ്ഞേ, 16 കൊല്ലമായി ഭാഗവതമൊക്കെ ഇങ്ങനെ കേൾക്കണു. ഒരുപാട് പേര് ഇതിൽ ഭാഗവതം സ്വാധ്യായം ചെയ്യുക, ഉപാസന ചെയ്യുകയൊക്കെ ചെയ്യണവരാ. വളരെയധികം പേര് നാരായണീയമൊക്കെ നിരന്തരം പാരായണം ചെയ്യുന്നവരാ. ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മിക രംഗത്തിൽ വിരാജിക്കുന്നവരാണ് ഇവിടെ ഇന്നിരിക്കുന്ന ഈ സജ്ജനങ്ങളെല്ലാം, സംശയമില്ല. നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ കുറേ ആചാര്യന്മാരിൽ നിന്നും ഈ ഭാഗവതത്തിൻ്റെയും ഭഗവത്ഗീതയുടെയൊക്കെ തത്വങ്ങളിങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. കേട്ടോണ്ട് കാര്യമായില്ല, അവർ തന്നെ പറയും. കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനനം ചെയ്യണം. മനനം ചെയ്ത് അവനവൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ അതിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം.
പിന്നീട് അത് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ വാക്കുകൾ കേട്ടും നമ്മുടെ ജീവിതം കണ്ടും ഒരു 4 പേരെങ്കിലും നമ്മുടെ ഈ പുരുഷായുസ്സിൽ അതുപോലെയൊക്കെ ആവാൻ പറ്റണം. എന്നാൽ ഇതൊക്കെ ഒരു കാര്യത്തിൽ കൂടെ ആയി എന്ന് പറയാം, സഫലമായി എന്ന് പറയാം. അല്ലാതെ കേൾക്കണു കുറേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് അത് മുഴുവൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാറില്ല. അതാരും അങ്ങനെ അക്കോട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. ഇന്നതൊക്കെ ചെയ്യണം, ആക്ഷൻ പ്ലാൻ, തിയറിയൊക്കെ പഠിപ്പിച്ചു. പക്ഷേ എങ്ങനെയത് പ്രായോഗികമാക്കണ്ടേന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഒരുപക്ഷെ അവരൊക്കെ ധരിച്ചത് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കാലം ജീവിച്ചത്, ജീവിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വയം ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ രീതിയിലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കട്ടെ എന്നായിരിക്കും ഗുരുനാഥന്മാരുടെ ചിന്ത. തെറ്റ് പറയാൻ പറ്റില്ല. അപ്പം എന്താ, ഈ ചുമതല ഷിഫ്റ്റ് ചെയ്തു. ഗുരുക്കന്മാരെ ഇനി പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ സ്വയം ചെയ്യണം. നമ്മളൊക്കെ അങ്ങനെ ഒരു 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 ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും വേറെ കാര്യങ്ങൾ പ്രൊജക്റ്റ് വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ഈ ആധ്യാത്മിക നമ്മുടെ യാത്രയിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് വേണം. അതാണ് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു ആക്ഷൻ പ്ലാനൊക്കെ നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ ഒന്നുണ്ടാക്കി നോക്കുക. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം കേട്ടോ, ഈ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറയണ കാര്യങ്ങൾ എന്തോ വലിയൊരു ചുമട് തലയിൽ നമുക്കൊന്നും വഹിക്കാൻ സാധിക്കില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതൊന്നും നടക്കില്ല, ഒരിക്കലും ഇല്ല. വളരെ ലളിതമാണ് ഇതെല്ലാം. നമുക്ക് വേണ്ടിയിട്ടല്ലേ ഋഷിമാർ ഇതൊക്കെ എഴുതി വെച്ചത്. അപ്പം അവർക്ക് ബുദ്ധിയില്ലേ? ഇതൊക്കെ നമുക്ക് എടുത്താൽ പൊങ്ങാത്തത് തരുമോ? നമ്മുടെ കയ്യിൽ ഭാരം, നമ്മളെ കുട്ടികളാണ് വളരെ ലൈറ്റായിട്ടുള്ള ഭാരം തന്നിട്ടുള്ളൂ. അത് വേണ്ട പോലെ ഗ്രഹിക്കുകയും വേണ്ട പോലെ ജീവിതത്തിൽ കൊണ്ടുവരികയും സാധിക്കാറില്ല, ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഭാരം തോന്നുക, അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. അതാദ്യമായിട്ട് ഞാൻ പറയാം. നമ്മുടെയൊക്കെ ഈ ജീവിതം, നമ്മളൊക്കെ ജീവിക്കുകയല്ലേ ചെയ്യണേ, അതിൽ സംശയമില്ലല്ലോ. ജീവിക്കണല്ലേ എല്ലാവരും? ജീവിക്കുക. എന്താ ഈ ജീവിതം? കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയാൽ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ വരും. എന്താണ് ജീവിതം? ആദ്യത്തെ ചിന്തയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ സുഖ പറയാൻ. വലിയ സദസ്സിനോട് പറയണേക്കാളും സുഖ കുറച്ച് പേരോട് പറയാൻ. അത്ര പേരുടെ മുഖത്തല്ലേ നോക്കുള്ളൂ. എനിക്ക് ക്ലേശം കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, അതാ പ്രധാനം. എന്താണ് ജീവിതം? അതൊന്ന് ആലോചിക്കാം നമുക്ക്. ജീവിതം എന്താണെന്ന് നമ്മുടെ വേദാന്തം അഥവാ നമ്മുടെ ഫിലോസഫി പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ ജീവിതത്തിലെ അനുനിമിഷം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുണ്ടാവണുണ്ട്? അനുഭവങ്ങൾ. എന്താ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ? ഒരനുഭവം ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഞാൻ പറയണതൊക്കെ കേൾക്കണു, കേൾവി, അതൊരനുഭവമല്ലേ? വളരെ ലളിതമാണ് കേട്ടോ ഞാൻ പറയണേ, ഒരു ദുർഗ്രഹതയില്ല. കേൾവി അതൊരനുഭവമാണ്. നിങ്ങളൊക്കെ ഇപ്പം എന്നെ അവിടെ ഇരുന്ന് കാണണം, അനുഭവമല്ലേ? അതും ഒരനുഭവമാണ്. ഇത് തന്നെ അനുഭവം. ഈ അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് അനുഭവം ഇല്ലാത്ത ഒരു നിമിഷം ഉണ്ടോ? ആലോചിച്ച് നോക്കണം കേട്ടോ. ഇല്ല. അപ്പോൾ ചോദിക്കും, ഉറങ്ങുമ്പോഴോ? ഉറങ്ങുമ്പോഴും അനുഭവമുണ്ട്. എന്താ അനുഭവം? ശ്വാസം വിടണില്ലേ? അതൊരനുഭവമാണ്. ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്, അതൊരു പ്രവൃത്തിയാണ്. പ്രവൃത്തിയുള്ളപ്പോൾ അനുഭവം ഉണ്ടാവും. സ്വപ്നം കാണാറുണ്ട്, അതൊരനുഭവമാണ്. അപ്പോൾ അനുഭവം എപ്പോഴും ഉണ്ട്, സദാസമയം അനുഭവമുണ്ട്. ഈ അനുഭവങ്ങളുടെ ഒരു പരമ്പര, വൺ ആഫ്റ്റർ ദ അതർ,
അങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അനുഭവങ്ങളുടെ ഒരു നീണ്ട പരമ്പരയാണ് നമ്മുടെ ജീവിതം. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പറയാം, ഞാനിവിടുന്ന് ഇറങ്ങിച്ചെന്നാൽ എന്നോട് പറയാം, ഒരു വിഷമമില്ല. അനുഭവങ്ങളുടെ നിരന്തരമായ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. എല്ലാവർക്കും മനസ്സിലായില്ലേ? അത്രയും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ ആ അനുഭവങ്ങളുടെ പരമ്പര ആകുന്ന ജീവിതം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അതിനെന്താ ഇപ്പോൾ ഇത്ര പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യം പറഞ്ഞു വരണേ. എന്താ അത്? ഈ അനുഭവങ്ങളെന്ന് പറയണതിനെക്കുറിച്ച് ഇനി നമുക്കൊന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടാവണേ? നേരത്തെ പറഞ്ഞു, കണ്ട കാര്യം പറഞ്ഞു, കേട്ട കാര്യമൊക്കെ പറഞ്ഞു. അതെന്താണ് നമ്മുടെ ഫിലോസഫി, സാഖ്യയോഗത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ ലളിതമാണ് കേട്ടോ. ഇതൊക്കെ വലിയ ആശയമൊന്നുമില്ല. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ കുറേ അറിവുകൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുതരും. കാഴ്ച എന്ന് പറയുന്ന കണ്ണ് കൊണ്ടുതരുന്ന ഒരു അറിവാണ്. കുറേ അറിവുകൾ ഇങ്ങനെ കൊണ്ടുതരും. എവിടുന്നാണ് ഈ അറിവിനെ പറക്കിക്കൊണ്ടിരുന്നത്? നമ്മളുടെ ഈ ബാഹ്യ ലോകത്തിൽ നിന്ന്. കൺസെപ്റ്റുകളാണ്, വളരെ ലളിതമാണ്. ഇത് മനസ്സിലായാലേ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ബാഹ്യ ലോകത്തിൽ നിന്ന് കുറേ അറിവുകൾ നമ്മളുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതരിക ചെയ്യണേ. ആ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്നത് ഏതുപോലെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഈ കാലത്ത് ഈ കമ്പ്യൂട്ടറിൽ ഡാറ്റ ഫീഡ് ചെയ്യും നമ്മൾ, അല്ലേ? ഇൻപുട്ട് ഡാറ്റ. മൗസ് ഉണ്ടാവും, കീബോർഡൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ഡിവൈസുകളാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലെ. അപ്പോൾ അത് കമ്പ്യൂട്ടർ സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ അതിലൊരു CPU ഉണ്ട്, ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. അതിൽ വെച്ച് അതൊക്കെ പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് തരും. ഇതാണ് കമ്പ്യൂട്ടർ. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളും കൊണ്ട് കുറേ അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതരിക ചെയ്യണേ. ആ അറിവുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ മനസ്സിലേക്കാണ് എത്തുന്നത്. ആദ്യം 5 ഇന്ദ്രിയങ്ങളും സദാസമയം ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് മനസ്സിൽ എത്തും. മനസ്സിലെത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടത്. മനസ്സിലെത്തുമ്പോൾ മനസ്സിനത് 2 കൈ നീട്ടി വളരെ വേണ്ട പോലെ സ്വീകരിക്കേണ്ട ഒരു ചുമതലയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് ഇത്തിരി പെശക, ഇത്തിരി കുറുമ്പ് കൂടുതലാണ് മനസ്സിന്. മനസ്സ് എന്ത് ചെയ്യുന്നറിയോ? മനസ്സ് ഉടനെ തന്നെ ഈ 5 ഇന്ദ്രിയങ്ങൾ ഈ ബാഹ്യലോകത്തിലെ പല 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 സ്ഥലങ്ങളിൽ നിന്നും, പല 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 കേന്ദ്രങ്ങളിൽ നിന്നും, പല 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 വ്യക്തികളിൽ നിന്നും സ്വീകരിക്കുന്ന ഈ അറിവിൻ്റെ അംശങ്ങളെ മുഴുവനും ഈ മനസ്സെന്ത് ചെയ്യുന്നറിയോ? മനസ്സ് 2ആയിട്ട് പങ്കുവയ്ക്കും. നേരെ പിടിച്ച് 2 പങ്കാക്കും. എന്താ ഈ 2 പങ്ക്? ഒരു പങ്ക് ഇഷ്ടം എന്ന് പറയുന്ന ഒരു പങ്ക് വയ്ക്കും. വേറൊരു പങ്ക് അനിഷ്ടം എന്ന് പറഞ്ഞൊരു പങ്ക് വയ്ക്കും. 2 പങ്കാക്കും. മനസ്സിൻ്റെ ഒരു കുറുമ്പ അത്. അങ്ങനെ പങ്കുവെച്ചാൽ എന്താ ഇപ്പം ഇത്ര അപകടം? അതാണ് അപകടത്തിന് എല്ലാത്തിനും കാരണം എന്നാണ് നമ്മുടെ ഋഷിമാർ പറയണേ. എന്താ അപകടം? ഇഷ്ടം എന്ന് പറയുന്ന പങ്ക് മുഴുവനും നമുക്ക് തരുന്ന അനുഭവം സുഖം. അനിഷ്ടം എന്ന് പറയുന്ന പങ്ക് നമുക്ക് തരുന്ന അനുഭവം മുഴുവനും ദുഃഖം. അപ്പം എന്തായി? ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുതന്ന അറിവ് മുഴുവനും 2 അനുഭവങ്ങളായിട്ട് അങ്ങോട്ട് മാറി. എന്തൊക്കെയത്? ഒന്ന് സുഖം, ഒന്ന് ദുഃഖം. സുഖദുഃഖങ്ങൾ ഈ ജീവിതത്തിൽ നമുക്കുണ്ടാവുക. അപ്പം എന്താ നമ്മുടെ ഋഷിമാരൊക്കെ പറഞ്ഞതെന്നറിയോ? അപ്പോൾ ഈ സുഖദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടലാണ്
വേദാന്തത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ സുഖദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എന്താ ഗുണം? ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആനന്ദം എന്ന് പറയുന്ന ഒരു ഭാവമേ ഉള്ളൂ. ഒരു വിഷമം ഉണ്ടാവില്ല. ജീവിതമൊക്കെ മധുരമാവും, ധന്യമാവും. പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ജീവിതത്തിലൊരു പരാതി ഉണ്ടാവില്ല, ഒരു പരിഭവം ഉണ്ടാവില്ല, ദേഷ്യം വരില്ല, സൗമ്യനാവും. എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, എന്ത് വേണമെങ്കിൽ പൊക്കോട്ടെ, ഏതിലേ വേണമെങ്കിൽ ഒക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ഈ ബാഹ്യലോകത്തിലെ എല്ലാ കർമ്മങ്ങളിലും വ്യാപൃതനായിരിക്കെ തന്നെ നമുക്ക് ആനന്ദം മാത്രം ഉണ്ടാവും. അപ്പോൾ ഈ സുഖദുഃഖങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അതാണ് ഋഷിമാർ പറഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ ആരാ ഉത്സാഹിക്കേണ്ട ആള്? മനസ്സാണ്. എന്താ ഉത്സാഹിക്കണ്ടേ? ഈ പങ്കുവയ്ക്കൽ അങ്ങോട്ട് നിർത്തുക. മനസ്സിനോട് പറയുക, തൻ്റെ ഈ ഏർപ്പാടൊക്കെ അവിടെ നിർത്തുക, പങ്കൊന്നും വയ്ക്കണ്ട. ഈ കിട്ടുന്ന അറിവിനെയൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് ബുദ്ധിയിലേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മനസ്സ് സമ്മതിക്കൊന്നുമില്ല. ആള് ഭയങ്കര കുറുമ്പനാണേ. അപ്പം എന്തു ചെയ്യണം? മനസ്സിൻ്റെ കുറുമ്പൊക്കെ നിർത്താൻ വേണ്ടി ഒരു വടിയൊക്കെ എടുക്കണം. അതാ ഋഷിമാർ പറഞ്ഞത്. കുറച്ച് ശാസിച്ചും കുറച്ച് ഭേദിച്ചും ഒക്കെ ഈ മനസ്സിനെ ഒതുക്കണം. കൊച്ചുകുട്ടികൾ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കണ ഒരു രസമാണ്. അപകടമായി അവൻ ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മൾ മടിക്കില്ല വടിയെടുക്കാൻ. നമ്മുടെ വരുതിയിൽ വരുത്തും. അച്ചടക്കം വേണം അല്ലേ കുട്ടികൾക്ക്? അതുപോലെ ഈ മനസ്സാകുന്ന കുറുമ്പനെ പിടിച്ച് കെട്ടി നല്ല ഭേദ്യം ചെയ്യണമെന്നാണ് പറഞ്ഞേ. അതെങ്ങനെ സാധിക്കുക? മനസ്സ് എവിടെയാണെന്ന് തന്നെ അറിയില്ല. എങ്ങനെയാണ് ഇതിനെ പിടിച്ച് കെട്ടുക? എന്തുകൊണ്ടാണ് പിടിച്ച് കെട്ടുക? ഇതൊക്കെ പറയാളിപ്പോൾ പറ്റുമോ എന്നാണെങ്കിൽ പറ്റും എന്നാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത്. എങ്ങനെയാ പറ്റുക? അതിന് അവരൊരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? മനസ്സിനെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ ഒക്കെ ഋഷിമാർ നല്ലൊരു പേരിട്ടിട്ടുണ്ട്. ഒന്നിച്ച് നല്ല പേരാ. എന്താണെന്നറിയോ പേര്? മോക്ഷമാർഗങ്ങൾ എന്നാണ് പേരിട്ട്. എന്താട്ടെ? മോക്ഷമാർഗങ്ങൾ. മോക്ഷം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കൊണ്ടുവരിക ചെയ്ത്. എന്താ മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മോചനം എന്നാണ്. അപ്പോൾ ഈ മോചനം എന്നുള്ളൊരു വാക്ക് വേണമെങ്കിൽ അപ്പുറത്ത് ബന്ധനം ഉണ്ടാവണ്ടേ? ബന്ധനം ഉണ്ടെങ്കിലല്ലേ, കെട്ടിയിട്ടിട്ടുണ്ടെങ്കിലല്ലേ കെട്ടഴിക്കേണ്ട ഒരു വിഷയം വരുള്ളൂ. അപ്പോൾ കെട്ടുണ്ട്. ആ കെട്ടുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും. അപ്പോൾ ആ കെട്ട് ഇല്ലാത്തൊരവസ്ഥയിലെത്തണം. എന്താ കെട്ട്? കെട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിനെ നമ്മൾ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ബദ്ധപ്പാട് തന്നെയാണ് ഈ ബന്ധനേ. അതില്ലാത്തൊരവസ്ഥയിലെത്തി മിടുക്കനായി പറഞ്ഞാൽ കേൾക്കണ ഒരു അനുസരണ കുട്ടിയായി ഈ മനസ്സെന്നുണ്ടെങ്കിൽ മോക്ഷമായി. ബന്ധനം തീർന്നോടെ. അപ്പോൾ ബന്ധനത്തിന് എന്താ? ആരാ ശരിക്കുള്ള കാരണക്കാരൻ? ഈ മനസ്സിൻ്റെ അച്ചടക്കം ഇല്ലായ്മ. അപ്പോൾ ഈ മനസ്സിനെ അച്ചടക്കത്തിലും വരുതിയിലും നിർത്താൻ സാധിച്ചാൽ മോക്ഷമായി. ഇതന്നെ മോക്ഷം. മരിക്കുകയൊന്നും വേണ്ട. മരിച്ചു കിട്ടേണ്ട ഒരു സാധനം കേട്ടോ മോക്ഷം. മോക്ഷം എന്ന് പറയണത് ഈ ജന്മം ഇപ്പം കിട്ടേണ്ടതാ. ഇപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ കിട്ടണം നമുക്ക്. അത് അത്ര വേണ്ട ഒരു സാധനം അത്. ആ മോക്ഷം കിട്ടിയാൽ ഈ സുഖദുഃഖങ്ങളില്ലാണ്ടാവും. ഈ മനസ്സ് നല്ല മര്യാദക്കുട്ടിയാവുമ്പോൾ പങ്കുവയ്ക്കൽ നിൽക്കും. പിന്നെന്താ വിഷമം? ദ്വന്ദ്വങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖം ദുഃഖം മാത്രമല്ല, ഒന്നും ഉണ്ടാവില്ല. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതിന് മോക്ഷം എന്നാണ് പറഞ്ഞത്. ആ മോക്ഷത്തിലേക്ക് എത്താൻ, ആ മോക്ഷാവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കുറേ പറഞ്ഞു തന്നു. അതെന്തിനാ ഈ കുറേ മാർഗം പറഞ്ഞേ? ഒരു മാർഗം പോരെ, ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ പോരെ എന്നാണെങ്കിൽ
പറ്റില്ല. എന്താ കാരണം എന്നറിയോ? നമ്മളൊക്കെ ഇന്നലെ ജനിച്ച ആളൊന്നുമല്ല. നമ്മളൊക്കെ ജനിച്ചിട്ട് കുറേ കൊല്ലമായില്ലേ. നമുക്കിപ്പോൾ കുറേ ശീലങ്ങളുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു പ്രത്യേക പ്രകൃതിയും സ്വഭാവമൊക്കെ ഉണ്ട്. നമുക്കൊരിക്കലും അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും ശീലത്തിനും വാസനകൾക്കുമൊക്കെ അനുസൃതമായ മാർഗങ്ങൾ പലതും പറഞ്ഞു തന്നു. പ്രധാനമായിട്ട് 4 മാർഗങ്ങളാണ് പറഞ്ഞു തന്നെ. 4 മാർഗങ്ങൾ. ആ മാർഗങ്ങളിൽ കൂടെ നമ്മൾ നിഷ്കർഷിച്ച് സഞ്ചരിച്ചാൽ മനസ്സ് വരുതിയിൽ വരും. മനസ്സ് വരുതിയിൽ വന്നാൽ മോക്ഷമായി, ബന്ധനമൊക്കെ പോയി അവിടെ. ആ 4 മാർഗങ്ങൾ എന്താണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് ഭഗവത്ഗീതയിലെ ഇതിനെക്കുറിച്ച് വളരെ വ്യാസഭഗവാൻ ലളിതമായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു ശ്ലോകം ഒന്ന് പരിചയിക്കാം. ഞാൻ അധികം ശ്ലോകമൊന്നും ചൊല്ലി ബുദ്ധിമുട്ടിപ്പിക്കില്ല. വളരെ സിമ്പിളാണ്. എന്ത് രസമായിട്ടാണ് വ്യാസഭഗവാൻ പറഞ്ഞെന്നോ. ജീവിതം എന്താണെന്ന് ഡിഫൈൻ ചെയ്തത് ഭഗവാൻ ആകെ 4 അക്ഷരത്തിലാണ്. ജീവിതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അക്ഷരേ വേണ്ടു വ്യാസഭഗവാന്. എന്താ പറഞ്ഞതെന്നറിയോ? മാത്രാസ്പർശ. കഴിഞ്ഞു. മാത്രാസ്പർശ എന്ന് പറഞ്ഞു. അതാണ് ജീവിതം. എന്താ അപ്പം മനസ്സിലായില്ലല്ലോ എന്നാണെങ്കിൽ, മാത്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ, സ്പർശം എന്ന് പറഞ്ഞാൽ ബാഹ്യലോകത്തിലെ വിഷയങ്ങളും വ്യക്തികളുമൊക്കെ. ഒന്നുകൂടിയും പറയാം. മാത്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? ഒരു പോയിൻ്റ് വിട്ടാൽ പിന്നെ അങ്ങോട്ട് പടി കയറാൻ വിഷമാട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. വല്ലാണ്ട് സ്ട്രെയിൻ തോന്നുകയാണെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യാം നമുക്ക്. സിമ്പിളായിട്ടല്ലേ ഞാൻ പറയണേ. മാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. സ്പർശം എന്ന് പറയുന്നത് ഈ ബാഹ്യലോകത്തിലെ വിഷയങ്ങൾ, വ്യക്തികളാവാം, സംഭവങ്ങളാവാം, എന്തായാലും ഇത് രണ്ടും കൂടിയുള്ള ഇൻ്ററാക്ഷൻ, സമ്പർക്കം. നമ്മുടെ ഇന്ദ്രിയങ്ങളും ബാഹ്യലോകത്തിലെ വിഷയങ്ങളും വ്യക്തികളൊക്കെ ആയിട്ടുള്ള സമ്പർക്കങ്ങൾ. ഈ സമ്പർക്കവും കൂടി ചേരുമ്പോഴാണ് ജീവിതം ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? മാത്ര സ്പർശാസ്തു കൗന്ദേയ. കൗന്ദേയെന്ന് പ്രാർത്ഥനയെ വിളിച്ചു. അതിൻ്റെ സ്വഭാവം എന്താണെന്നാണ് പിന്നെ പറഞ്ഞതേ. ശീതോഷ്ണ സുഖ ദുഃഖദ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ശീതവും ഉഷ്ണവും പോലെ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നതാണ്, തരുന്നതാണ് എന്നാണ് അടുത്തതായിട്ട് പറഞ്ഞത്. ശീതം, ഉഷ്ണം, തണുപ്പ്, ചൂട്, അതുപോലെ ഉള്ള സുഖത്തിനെയും ദുഃഖത്തിനെയും. എന്തിനാ ശീതോഷ്ണത്തിൻ്റെ ഉപമ പറഞ്ഞ് സുഖദുഃഖത്തിനെ? ശീതോഷ്ണത്തിൻ്റെ ഉപമ പറയാൻ കാരണമുണ്ട്. തണുപ്പ് എപ്പോഴും തണുപ്പാവുമോ? നമുക്ക് കാലാവസ്ഥയാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, എപ്പോഴും തണുപ്പാവില്ല. ഉഷ്ണം എപ്പോഴും ഉഷ്ണാവുമോ? അതും ആവില്ല. അതായത് ശാശ്വതമല്ലാത്തത്, നിത്യമല്ലാത്തതാണ് ഈ പറഞ്ഞ ശീതോഷ്ണം. അതുപോലെയാണ് സുഖവും ദുഃഖവും. നമുക്കൊക്കെ എങ്ങനെയാണ് അനുഭവം? എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായി, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ദുരിതം ഉണ്ടായി, ഉടനെ നമ്മളെന്താ ആലോചിക്കുക? ഷോ, എനിക്കിങ്ങനെയൊക്കെ വന്നില്ലേ, പോയി, എൻ്റെ ജന്മം പോയി, ഫ്ലാറ്റായി നമ്മളൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടായത് അർജുനനും. അർജുനന് എന്തിൻ്റെ കുറവാ? ആള് എന്തിനും പോകുന്നവനല്ലേ? എന്താ കാര്യം ഉണ്ടായേ? ഇത്ര കൊല്ലം ഗുരുകുലത്തിൽ പഠിച്ച എല്ലാ അസ്ത്രവിദ്യയും ശാസ്ത്രവിദ്യയും ഒക്കെ പോയില്ലേ? മനസ്സ് പോയപ്പോൾ. മനസ്സ് പോയോടുകൂടി ഇതൊന്നും ഒരു കാര്യമില്ലാണ്ടേ. അങ്ങനെയല്ലേ ഉണ്ടായേ? അതുകൊണ്ടാണ് പറഞ്ഞത് ശീതോഷ്ണം എന്ന് പറഞ്ഞ് സുഖദുഃഖദ. പിന്നെന്ത് പറഞ്ഞു ഭഗവാൻ?
ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിന. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ആഗമം വരും, അപായിന പോകും. ഇന്ന് വരും, ചിലപ്പോൾ ഒരു ദിവസം നമ്മുടെ കൂടെ ഒന്ന് ഒരു സഹവാസം നടത്തും, പിറ്റേ ദിവസം മൂപ്പര് പോകും. പിന്നെ വരിക മറ്റേ ആളാണ്. ദുഃഖം വന്ന് പോയി, സുഖം. അതും നിൽക്കുമോ നമ്മുടെ കൂടെ കുറേ കാലം? അതൊന്നുമില്ല. അതും കുറച്ച് കാലം നിൽക്കും, പോവും. ഇത് രണ്ടും അനിത്യാഹ ആഗമാപായിന. വരിക പോവുക എന്നുള്ളൊരു സ്വഭാവക്കാരാണ്. എന്നും ഉണ്ടാവില്ല, അനിത്യാഹ. അപ്പോൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. താൻ തിതിക്ഷസ്വ ഭാരത. എന്ത് രസമായിട്ടാണ് പറഞ്ഞ ഭഗവാൻ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പാർത്ഥ, നീ അതങ്ങോട്ട് ക്ഷമിച്ച് കളയും. എന്താ പറഞ്ഞേ? ഈ സുഖവും ദുഃഖവും ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ക്ഷമിച്ച് കളയുമെന്ന് പറഞ്ഞു. തിതിക്ഷസ്വ എന്ന് പറഞ്ഞ് ക്ഷമിച്ച് കളയാൻ. ഞാനൊരു കാര്യം ചോദിക്കാം. നമുക്കൊക്കെ ഇപ്പോൾ അറിയാം, ഇത് കുറച്ച് കഴിഞ്ഞാൽ സന്ധ്യയാവും, ഇരുട്ടാവും. ഈ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് കറണ്ട് പോയി എന്ന് വിചാരിക്കുക. ആകെ ഇരുട്ടാവില്ലേ? ഇരുട്ട് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും നമ്മളൊക്കെ അലമുറയിട്ട് കിടന്ന് നിലവിളിക്കുമോ? അയ്യോ കണ്ണ് കാണാനില്ലേ, പോയല്ലോ, സൂര്യൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയോ? നമ്മളാരും കരയില്ല. ആരെങ്കിലും കരഞ്ഞാൽ അവനെന്തോ കുഴപ്പം വിട്ടി എന്നാ വിചാരിക്കുക. എന്താ കാരണം? ഇയാൾ പോയാൽ എവിടം വരെ പോകും? നല്ല ധൈര്യമാണ്. ഇന്ന് പടിഞ്ഞാറ് പോയി മുങ്ങി പൊങ്ങും നാളെ കാലത്ത് 12 മണിക്കൂറേ ഉള്ളൂ. ഇത് നമുക്ക് നല്ല നിശ്ചയമാണ്. അത് കാരണം നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഉണ്ടോ? നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ അറിവ് നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചാലത്തെ ഒരു പരിഭ്രമം എന്തായിരിക്കും? ഇല്ലേ? അതുപോലെയാണ് ഏത് സുഖവും ഏത് ദുഃഖവും. അതുകൊണ്ടാണ് തിതിക്ഷസ്വ എന്ന് പറഞ്ഞത്. തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നർത്ഥം. പക്ഷേ ശങ്കരാചാര്യർ അതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, രസമുള്ള വ്യാഖ്യാനം. നമ്മളൊക്കെ അറിയേണ്ടതാണ്. എന്താ സഹിക്കുക എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ദുഃഖം വന്നു, വിഷമം വന്നു, നമ്മളൊക്കെ സഹിച്ചു എന്ന് പറയും, ഇല്ലേ? ഞാനത് സഹിച്ചു, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അത് തിതിക്ഷയാവില്ല എന്നാ. നമ്മുടെ സഹിക്കുക എന്ന് പറയണത് തിതിക്ഷയാവില്ല. പിന്നെ എങ്ങനെയാത് തിതിക്ഷയാവുക? തിതിക്ഷയാവണമെങ്കിൽ അതിന് 3 കണ്ടീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്ത് ചെയ്തു? എന്തോ അറിയില്ല, അയാളുടെ ഒരു പ്രത്യേക ഒരു വിഷമം, മനസ്സിൻ്റെ അവസ്ഥയോ കൊണ്ട് അയാൾ വളരെ അപ്രകൃതനായിട്ട് എന്നോടൊന്നും ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത ഭാവത്തിലും ഭാഷയിലുമൊക്കെ എന്നെ ഒരു ദിവസം വന്ന് ആക്ഷേപിക്കുക. എൻ്റെ മുമ്പിൽ വന്ന് ഷോക്കായി. എന്താ വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് ഞാൻ അതൊക്കെ ക്ഷമിച്ചു. എന്തോ തകരാറ് പറ്റിയതാന്നൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനവിടെ ക്ഷമിക്കുക ചെയ്ത്, സഹിക്കുക ചെയ്ത്. നല്ല വേദനയുണ്ടായി മനസ്സിന്, പക്ഷെ ഞാൻ സഹിച്ചു. പക്ഷേ അവിടെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താ ഇയാളീ പറഞ്ഞേ? ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, സഭയിൽ വെച്ച് മിണ്ടിയില്ല, പൊക്കോട്ടെ അയാൾ, ഇനി എനിക്കൊരു അവസരം വരും, അപ്പം ഞാൻ തന്നോട് ഇതിന് മറുപടി പറയാം എന്ന് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. കൊരട്ടത്ത് വയ്ക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ വെച്ചോണ്ടിരിക്കുക. സഹിച്ചു. ഒരാളുടെ അടുത്ത് ഞാൻ ഒരു പ്രകോപനവും കാണിച്ചില്ല. പക്ഷെ തിതിക്ഷയാവില്ല. എന്താ കാരണം? ഇത് ഉള്ളിലിരിക്കുകയാണേ, കൊരട്ടത്ത് വെച്ചുകൊണ്ട് നടക്കുക ഞാൻ, എനിക്കൊരു അവസരം കിട്ടാൻ ഒരു രക്ഷയില്ല. ഇനി അത് വെച്ചില്ല എനിക്ക് വിചാരിക്കുക. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഇത് തന്നെ ആലോചിക്കുക. ഊണ് കഴിക്കാൻ തോന്നണില്ല, വിശക്കണില്ല, വെള്ളം കുടിക്കാൻ തോന്നണില്ല. എന്നാലും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, ഞാൻ എത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തതാണ്, മനുഷ്യൻ്റെ ഒരു കാര്യം എന്നൊക്കെ വിചാരിച്ച് ചിന്ത, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ വിചാരിക്കുക. സഹനാവും, തിതിക്ഷയാവില്ല. നീ അങ്ങനെ വിചാരിച്ചില്ല, പോയിരുന്നിട്ട് തേങ്ങി അങ്ങോട്ട് കരയാൻ തുടങ്ങി.
കുറേ കരയുമ്പോൾ വിഷമം മാറുമല്ലോ. അങ്ങനെ കരയാൻ തുടങ്ങി. വിലാപം സഹനമാവും, പക്ഷേ തിതിക്ഷയാവില്ല. എന്താ പറഞ്ഞേ അദ്ദേഹം? ശങ്കരാചാര്യസ്വാമിജി പറഞ്ഞത് എന്താണെന്നറിയോ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം. പ്രതികാരബുദ്ധി ഇല്ലാണ്ട് അപ്രതീകാരപൂർവകം. ചിന്താവിലാപരഹിതം. ചിന്തയും പാടില്ല, വിലാപവും പാടില്ല. സാ തിതിക്ഷ നിഗദ്യതേ. അതാണ് തിതിക്ഷ. അപ്പം നമ്മൾ ചിന്ത പാടില്ല, വിലാപം പാടില്ല, പ്രതികാരബുദ്ധി പാടില്ല എന്ന് പറഞ്ഞാൽ തത്സമയം തന്നെ മറന്നങ്ങോട്ട് പോകണം നമ്മുടെ മനസ്സിൽ നിന്ന് ആ സംഭവവും ആ കാര്യവും. അതിന് സാധിച്ചാലേ തിതിക്ഷയുള്ളൂ. ആ തിതിക്ഷയാണ് ഇവിടെ ഭഗവാൻ ചെയ്യാൻ പറഞ്ഞത്. ആഗമാപായിനോ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത എന്ന് പറഞ്ഞത്. ആ രീതിയിലാണ് നമ്മൾ സഹിക്കേണ്ടത് എന്നും പറഞ്ഞു. എന്തായാലും മോക്ഷമാർഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോക്ഷത്തിനെ പറ്റിയിട്ട് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മോക്ഷത്തിനെ ആലങ്കാരികമായിട്ട് ഋഷിമാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ആദ്യത്തെ കാര്യം എന്ന് നോക്കുക. നമുക്കൊക്കെ ഈ മനുഷ്യജന്മമാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാലോ. കുറേ ജന്മങ്ങൾ നമ്മളെടുത്തു. ഈ കുറേ ജന്മങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ കിട്ടിയേക്കുന്നതും എന്തായാലും മനുഷ്യജന്മമാണ്. വളരെ ശ്രേഷ്ഠമായൊരു ജന്മമാണ് മനുഷ്യജന്മം. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജന്മം എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിലൊരു ജീവൻ തുടിക്കുന്നുണ്ട്. ഈ ജീവൻ തുടിക്കുന്നത് ഒരു ഈശ്വര ചൈതന്യമാണ്. ആ ജീവൻ്റെ തുടിപ്പ് കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, ശരീരം കർമ്മക്ഷമമായിട്ടുള്ളത്. ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോയാൽ നിഹി യാനം, നിശേഷം പുറത്തേക്ക് പോയാൽ നിര്യാണം, മരണമായി. പിന്നിതോ ജഡമായ ഒരു ശരീരമായിട്ട് മാറി. അപ്പം ആ ജീവാത്മാവ് ഈ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥയാണ് മരണം. ആ ജീവൻ പിന്നെ എവിടെ പോണു? ആ ജീവൻ അതിൻ്റെ കുറേ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കാനുള്ളതുകൊണ്ട് മറ്റൊരു ശരീരം തേടിയേ പോണത്. എവിടെയെങ്കിലും പോയിരിക്കണം അതിന്. ഏതുപോലെ? നമ്മളൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിന് കുറേ പഴക്കമൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? മുത്തശ്ശനൊക്കെ ആയിട്ടുണ്ടാക്കിയ വീടാണ്, 600 കൊല്ലം പഴക്കമുള്ള വീടാണ്. ഇതൊക്കെ എങ്ങനെയാണ് പൊളിച്ച് കളയുക? എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടു കിടക്കുക. അപ്പോഴേക്കും ഒരു ഭാഗത്ത് ചെതൽ തട്ടി വരുമ്പോഴേക്കും അടുത്ത ഭാഗത്ത് ചെതലായി. അടിച്ചു വരാനും ഇപ്പോൾ ഒന്നും ആരെയും കിട്ടില്ല, വയസ്സായി. എന്തിനു പറയണു? മെയിൻ്റനൻസ് ഇല്ലാണ്ട് ആ വീട് ക്ഷയിച്ചു. അടുത്ത വർഷക്കത്തിന് അതിൻ്റെ പതനം ഉറപ്പാണെന്നായി. നമ്മൾ ആ വീട്ടിൽ താമസിക്കുമോ? ആ വീട്ടിൽ താമസിക്കില്ലേ. ആ വീട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ സുരക്ഷ നോക്കിയിട്ട് അതൊക്കെ തട്ടിക്കളഞ്ഞ് പുതിയ വീട് പണിയൊന്നുമില്ലേ, അതുവരെ വേറൊരു വാടക വീട്ടിലേക്ക് നമ്മൾ താമസമൊക്കെ മാറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യില്ലേ? ഇതുപോലെയാണ് ഈ ജീവനും. ജീവൻ പരമാവധി സെൻറ്റിമെൻസാണ് ഈ ശരീരത്തിനോട്. പരമാവധി എന്ന് വെച്ചാൽ പരമാവധി. അതാണ് ഇത്. അവസാനത്തെ ശ്വാസം വരെയും മരിക്കില്ലല്ലോ, അതിൽ കിടക്കാനാ അതിനിഷ്ടം. പക്ഷേ എന്താണ്? ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇത് ഇരിക്കാൻ യോഗ്യമല്ല എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ ഈ ജീവൻ എന്തു ചെയ്യും? ആ ജീവൻ ഈ ശരീരം വിട്ടു പോകും. എന്താണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഈ മനുഷ്യജന്മത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പരിശ്രമം കൊണ്ടും അറിവ് കൊണ്ടും ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ, ഓപ്ഷനാണ്, വേണമെങ്കിൽ ഈ ജീവനെ ഈ ശരീരത്തിലിരിക്കുന്ന കാലം തന്നെ നമുക്ക് ഈ ജീവനെ ഇവിടുന്ന് രക്ഷിക്കാം. എങ്ങനെ?
ഈ ജീവനെ രക്ഷിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിക്കാം. മരിക്കുകയൊന്നുമില്ല നമ്മൾ. ആ ജീവൻ്റെ തുടിപ്പൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ആ ജീവൻ്റെ ക്ലിഷ്ടത നമുക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ ജീവനെ എത്തിക്കാൻ പറ്റും. മോക്ഷം എന്ന് പറയുന്നത് അതാണ്. അതെപ്പോഴേ സാധിക്കുള്ളൂ? ഈ മനുഷ്യജന്മത്തിലേ സാധിക്കുള്ളൂ. ഒരു പൂച്ച വിചാരിച്ചാൽ നടക്കില്ല. പൂച്ചയുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിന് പൂച്ച വിചാരിക്കുകയില്ല, വിചാരിച്ചാലും സാധിക്കുകയില്ല ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിക്കാൻ. വേറെ ആന വിചാരിച്ചാൽ സാധിക്കില്ല, സിംഹം വിചാരിച്ചാൽ സാധിക്കില്ല, മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് കുറേ സൃഷ്ടികളൊക്കെ നടത്തിയിട്ടും ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കുറേ സൃഷ്ടികളൊക്കെ നടത്തി, ഒന്നും തൃപ്തിയായില്ല ബ്രഹ്മാവിന്. ഏതുപോലെ ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസിൽ ഒരു പടം വരച്ചു, ഒരു പുഷ്പത്തിൻ്റെ ചിത്രം വരച്ചു. മനസ്സിലാദ്യം വരച്ചു, മനസ്സിലാണല്ലോ ആദ്യം വരയ്ക്കുക. അത് കഴിഞ്ഞ് ചിത്രകാരൻ വരച്ചു. ചിത്രകാരൻ എങ്ങനെയാണ് അത് ശരിയായോ എന്ന് നിശ്ചയിക്കുക? തൻ്റെ മനസ്സിൽ ആദ്യം വരച്ച പുഷ്പം ഈ വരച്ച പുഷ്പവും തമ്മിൽ ആളൊന്ന് താരതമ്യം ചെയ്യും. ഇതുപോലെയായി അതെന്ന് പറഞ്ഞാൽ തൃപ്തിയായി, ഇതിനേക്കാളും കേമായി എന്ന് പറഞ്ഞാൽ വളരെ തൃപ്തിയായി. ഇതുപോലെ ആയില്ല എന്ന് വെച്ചാൽ അയാൾക്ക് തൃപ്തിയാവില്ല. കാണുന്നവർക്കോ അസലായിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ചിത്രം, കാര്യമില്ല, ആളൊക്കെ തൃപ്തിയായില്ല. ആളെന്ത് ചെയ്തു? അത് മാറ്റി വെച്ച് വീണ്ടും ചിത്രം വരയ്ക്കും. ഇതുപോലെയാണ് അത്ര ബ്രഹ്മാവ് സൃഷ്ടികൾ നടത്തിയത്. കുറേ സൃഷ്ടികളിങ്ങനെ നടത്തി, ഒന്നായി നടത്തി. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ബ്രഹ്മാവിന് തൃപ്തിയാവണില്ല, മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ചാവണില്ല. അവസാനമാണ് യാദൃച്ഛികമായിട്ട് ദാ ഒരു സൃഷ്ടി, മനുഷ്യൻ. എന്താ രസം, എന്താ വിശേഷ ബുദ്ധി! ചിരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഈശ്വര വിചാരത്തിന് സാധിക്കുന്നുണ്ട്, നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ട്. അക്കേമായി, ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാൻ തന്ന ശക്തി കൊണ്ടാണല്ലോ സൃഷ്ടി നടത്തണത് എന്ന് സന്തോഷിച്ചു. ആര്? ബ്രഹ്മാവ്. എന്താ പറഞ്ഞതെന്നറിയോ? സൃഷ്ടുവാ പുരാണി വിവിധാനി അഖില ആത്മശക്തിയാ. ഭഗവാൻ തന്ന ആ ശക്തി കൊണ്ട് ഒരുപാട് സൃഷ്ടികൾ നടത്തി. വ്യാസഭഗവാൻ ഒരു വരിയിൽ എല്ലാ സൃഷ്ടികളും പറഞ്ഞു. എന്താ രസം! വൃക്ഷാൻ, വൃക്ഷലതാദികൾ, സരീസൃപ, ഇഴജന്തുക്കൾ, പശൂൻ, മൃഗങ്ങൾ, ഖഗ, ആകാശത്തിൽ കൂടെ പറക്കുന്ന എല്ലാ ജീവികളും, ഖഗ, ദംശം, ഈ കുത്തുന്നത്, മത്സ്യാൻ, ജലജീവികൾ, ഇതിനെല്ലാത്തിനെയും വരുത്തി. തൈരതൃപ്ത ഹൃദയോ, ഇതുകൊണ്ടൊക്കെ തൃപ്തിയായില്ല എന്നാണ് പറയണേ. അവസാനം പുരുഷം വിധായ, മനുഷ്യനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ, മുദം ആപദേവ. ആ ദേവൻ, ആ ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ മുദം ആപ, ആ സന്തോഷത്തിനെ പ്രാപിച്ചു. എന്താ കാരണം? ഒരു കണ്ടീഷനെടുത്ത് വെച്ചു. ബ്രഹ്മാവലോകധിഷണം. ബ്രഹ്മം എന്താണെന്ന് കഴിവുണ്ട്. ഭഗവത് അനുഭൂതി ഉണ്ടാവാൻ കഴിവുണ്ട്. ഈ ജീവാത്മാവിനെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള പരിശ്രമത്തിനുള്ള ദക്ഷതയുണ്ട്. അതാണ് ബ്രഹ്മാവലോകധിഷണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സന്തുഷ്ടനായി എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇപ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ ബ്രഹ്മാവിരുന്ന് നോക്കി കരയണുണ്ടാവും. ഞാനിങ്ങനെയൊക്കെ വിചാരിച്ച ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്, ഒരാളും പരിശ്രമിക്കണില്ല ഇതിനൊന്നും, കഷ്ടേ എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് വിഷമിക്കണുണ്ടാവും. നമുക്ക് ബ്രഹ്മാവിൻ്റെ വിഷമമൊക്കെ ഒന്ന് തീർക്കാൻ ശ്രമിച്ചാലോ? പരിശ്രമിക്കാന്നേ, പറ്റിയെങ്കിൽ മതി. എന്താപ്പോൾ? അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഋഷിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ മോക്ഷം എന്താണെന്നൊരു വിധം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭഗവത് പാദങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതാണ് നമ്മുടെ ലക്ഷ്യം.
മരിച്ചിട്ടല്ല, ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ. ഈ ഭാഗവത സത്രമൊക്കെ അതിനുള്ളതാ. ഒരു സംശയവും വിചാരിക്കണ്ട. നിങ്ങളെ പിടിച്ച് ഉന്തണങ്ങൾ. നമ്മൾ മടിയന്മാരാണേ, ഓടാൻ പറഞ്ഞാൽ ഓടുകയൊന്നുമില്ല. അപ്പോൾ പിടിച്ചിങ്ങനെ ഉന്തും. അപ്പോൾ ഒരു അനക്കം കിട്ടുമ്പോൾ അങ്ങോട്ട് ഓടും കുറച്ചൊക്കെ. അങ്ങനെ ഇപ്പോൾ 16 ഉന്ത് കിട്ടിയില്ലേ, അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് എത്തി നമ്മൾ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുക തന്നെ, അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക തന്നെ. ഭാഗവതത്തിൽ വളരെ മനോഹരമായൊരു 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. ഞാനത് പറയാം, ഒരു വിഷമവുമില്ല. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ എന്താ പറ്റായെന്ന്. എന്താ പറഞ്ഞതെന്നറിയോ? എവിടെയാണ് പറഞ്ഞതെന്ന് പറയാം. ആദ്യം 4-ാമത്തെ സ്കന്ധത്തിലാണ്, ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിൽ പൃഥുവിൻ്റെ കഥ പറയുന്നുണ്ട്. ഈ പൃഥുവിൻ്റെ ചരിത്രത്തിലെ പൃഥു മഹാരാജാവ് രാജ്യസഭയിൽ ഒരു വലിയ പ്രസംഗം നടത്തണുണ്ട്. അതിൽ വായിക്കേണ്ടതാണ്. അതിലൊരു അധ്യായം മുഴുവനും അതാണ്. അദ്ദേഹം നടത്തുന്നത് രാജശാസന പുറപ്പെടുവിക്കണം. എന്താ അറിയോ? ഭഗവാന്റെ ഭക്തിയെ പറ്റിയിട്ടാണ് പ്രഭാഷണം. രാജ്യസഭയിലെ പ്രഭാഷണം ഭഗവാനോട് എങ്ങനെയാണ് നമുക്ക് ഭക്തി ഉണ്ടാവണ്ടേ, ഭഗവത് അനുഭവം എങ്ങനെയാണ് ഉണ്ടാവണ്ടേ, ഈ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടതായ മോക്ഷം എങ്ങനെയാണ് നേടേണ്ടത്, ഇതാ പറയണതേ. അങ്ങനെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? വളരെ സിമ്പിളായിട്ട് 4 സ്റ്റെപ്പാണ് പറഞ്ഞ്. ആദ്യത്തെ സ്റ്റെപ്പ്, ഞാൻ ആ ശ്ലോകം മുഴുവനൊന്നും ചെല്ലാം, നല്ല മനോഹരമായ ശ്ലോക. വിനിർധുതാശേഷമനോമലപ്പുമാൻ അസംഗവിജ്ഞാനവിശേഷവീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതന പുനർന്ന സംസൃതിം ദുഃഖവഹം പ്രപദ്യതേ. സിമ്പിളായിട്ടുള്ള ശ്ലോക. ആദ്യം എന്താ പറഞ്ഞതെന്നറിയോ? ആദ്യം പറഞ്ഞത് വിനിർധുതാശേഷമനോമലപ്പുമാൻ. ധുതം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തുടയ്ക്കുക എന്നർത്ഥം. കണ്ണാടിയിലൊക്കെ പൊടി പറ്റിക്കഴിഞ്ഞാൽ കാഴ്ച മങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തുടയ്ക്കും അല്ലേ? നമ്മൾ ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. നമ്മൾ കുട്ടിയോട് പറയാ, മോനെ പോയിട്ട് ആ കണ്ണാടിയൊക്കെ ആകെ മുടിയിടാ, ഒന്ന് നല്ലോണം ഒരു തുണിയൊക്കെ എടുത്ത് തുടയ്ക്കുക എന്ന് പറഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു? അമ്മ പറഞ്ഞതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ എന്ന് വെച്ചൊരു തുണിക്കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു പോയി. അത് പോരാന്നാ പറയണേ വേദവ്യാസൻ. നിർധുതം എന്ന് പറഞ്ഞു. ധുതം തുടയ്ക്കൽ, നിർധുതം എന്ന് പറഞ്ഞു. എന്താ നിർധുതം? നിശേഷം ധുതം. നല്ല പോലെ തുടയ്ക്കണം, ചെറുതായിട്ട് തുടച്ചാൽ പോരാ. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ഒരു ഇതൊക്കെ ഒന്ന് തുടച്ചു, മുക്കും മൂലയൊന്നും ചേർത്തില്ല, മുൻകൂടിയൊക്കെ ഒന്ന് അവൻ തുടച്ചു. പോരാന്നാ പറഞ്ഞ്. വിനിർധുതം. എന്താ ഓരോ വാക്കുകളുടെ പ്രയോഗം വേദവ്യാസൻ്റെ! ആലോചിച്ച് കഴിഞ്ഞാൽ എന്തല്ല. വിനിർധുതം വിശേഷേണ നിശേഷം ധുതം, അതാണ് വിനിർധുതം. അപ്പോൾ നല്ലോണം മുക്കുമൂലിയൊക്കെ ചേർത്ത് തന്നെ തുടയ്ക്കണം എന്നർത്ഥം. പോരാ, പിന്നെന്ത് പറഞ്ഞു എന്നറിയോ? വിനിർധുത അശേഷം എന്ന് എടുത്തും പറഞ്ഞു. അശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി വയ്ക്കാണ്ട്. അശേഷം എന്ന് പറഞ്ഞാൽ അത് വൃത്തിയായിട്ട് തുടയ്ക്കണം. ഏത് കണ്ണാടിയായി തുടയ്ക്കാൻ പറഞ്ഞേ? കുറേ നേരമായി തുടയ്ക്കാൻ തുടങ്ങിയിട്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മനോമലപ്പുമാൻ, മനസ്സാകുന്ന കണ്ണാടിയാണ് തുടയ്ക്കേണ്ടത്. എന്തിനാ അത് തുടയ്ക്കണേ? മല, അതിൽ കുറേ മാലിന്യമുണ്ടേ. മനസ്സിൽ കുറേ മാലിന്യമുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്താനുള്ള വഴി വെടുപ്പാക്കുക. അതിന് വേദവ്യാസൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പ്രീ കണ്ടീഷൻസാണ് ഈ പറയണേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ മുഴുവൻ ആദ്യം തുടച്ച് മാറ്റണം. മനസ്സിൻ്റെ മാലിന്യങ്ങൾ. എന്താ മനസ്സിൽ ഇത്ര മാലിന്യം വരാൻ? എൻ്റെ മനസ്സൊക്കെ നല്ല ശുദ്ധ അല്ലേ? എല്ലാവരും പറയും എൻ്റെ മനസ്സിലേ ഒരു കളങ്കവും ഇല്ല, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാം. നമ്മളാ ധാരണ വളരെ നല്ലതാ, വിശ്വാസമൊക്കെ. പക്ഷേ പലപ്പോഴും ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ മതി. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിനൊക്കെ ഇൻഡിക്കേറ്ററുണ്ട്. എന്ത് രസം ഇതൊക്കെ ആലോചിക്കാമെന്നറിയോ?
നമുക്ക് ജീവിതത്തിലെ ആരോടെങ്കിലും എന്തിനോടെങ്കിലും പരാതി ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ഇപ്പോൾ ഈ കൂളറിൻ്റെ കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റ് അയാൾ ഓണാക്കാൻ മറന്നു എന്നിട്ട് എനിക്ക് പരാതിയായി. വേർക്കണം, ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. പരാതിയല്ലേ? ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പരാതിയും പരിഭവമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അത് വേറെ ആരുടെങ്കിലും കാരണക്കാരനെ കണ്ടെത്തും. അയാൾ കാരണമാണ് അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? ഈ വിനിർദ്ധുതാശേഷം മനോമല, മനസ്സിൻ്റെ മാലിന്യമൊന്നും ഇല്ലെങ്കിലേ ആരോടും ഒരു പരാതി ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടിയാൽ അതിനൊരു കുറ്റവും നമ്മൾ പറയില്ല. അത് എന്ത് കിട്ടിയാലും രുചിയായിരിക്കേ. മനോമാലിന്യമാണ് ഈ നമുക്ക് ഓരോന്നിനെ കുറ്റവും കുറവുമൊക്കെ തോന്നിക്കണേ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ സ്വാമിജി പറഞ്ഞു, ഗുണസ്തു ഉഭയവർജിത ഗുണദോഷ ദൃശിർദോഷ. ഈ ഗുണവും ദോഷവും പറയലാണ്, തോന്നലാണ് ഏറ്റവും വലിയ ദോഷം. എന്നാൽ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണസ്തു ഉഭയവർജിത, ഗുണവും ദോഷവും തോന്നാത്ത അവസ്ഥയിലെത്തുക. അതാണ് ഈ മനസ്സിൻ്റെ കണ്ണാടി തുടച്ച് വെടുപ്പാക്കിയതിലുള്ള ഗുണം. യാതൊരു വിധത്തിലുള്ള ഒരു ദോഷവും കുറ്റവും പരിഭവവും പരാതിയും മുറുമുറുപ്പും പെറുപെറുപ്പും ഒന്നും ഉണ്ടാവില്ല. അതുണ്ടോയെന്ന് നമ്മൾ സ്വയം നമുക്ക് നോക്കാൻ എന്താ വിഷമം? തെർമോമീറ്ററാണോ? അത് വെച്ച് നോക്കുക. ഉണ്ടോ? തുടച്ചതും എടുപ്പായില്ല, പിന്നെയും തുടയ്ക്കണം. അതൊന്നും ഇല്ലേ? വെടുപ്പായി, റെഡിയായി, നമ്മൾ പാക്ക് ചെയ്തു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. മരിക്കുകയല്ല കേട്ടോ. ചില ഈ ഭഗവാന്റെ അടുത്തേക്ക് പോകാമെന്നുള്ള പേടിയാണ് മരിക്കുമെന്നല്ല, അങ്ങനെ റെഡി. അതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് വിനിർദ്ധുതാശേഷ മനോമല പൂമാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വേറൊന്നുമല്ല. അസൂയ, കുനിട്ട്, കുശുമ്പ, എന്തൊക്കെയാ മനസ്സിൽ കിടന്ന് കാമം, ക്രോധം, എല്ലാം മിണ്ടുമ്പോഴേക്കും ദേഷ്യം, അപ്പോഴേക്കും ഒന്ന് പറഞ്ഞാൽ രണ്ട്, ഇതൊക്കെയല്ലേ കുഴപ്പം? അതൊക്കെ ഇല്ലാത്ത അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അങ്ങനെ ആയാൽ എന്താ ഗുണമെന്നാ രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താ പറയണേ? അസംഗവിജ്ഞാന വിശേഷ വീര്യവാൻ. എന്തൊരു പ്രയോഗ! അസംഗ വിജ്ഞാന വിശേഷ വീര്യവാൻ. എന്താ അസംഗം എന്ന് പറഞ്ഞാൽ? അസംഗം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും സംഘമില്ലായ്മ. എന്താ സംഘമില്ലായ്മ എന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. അതൊരു വലിയ സബ്ജക്റ്റാണ്. അതാ ചുരുക്കി എന്ന് പറഞ്ഞ്. നമ്മളുടെ ഈ ബാഹ്യലോകത്തിലുള്ള വ്യക്തികളും സംഭവങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിലെത്തുക, നിർബാധത. അതാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സംഗത്വം, അസംഗഭാവം എന്ന് പറയുന്നത്. ബാഹ്യ ലോകത്തിലെ വ്യക്തികളും സംഭവങ്ങളും നമ്മളെ ബാധിക്കാത്ത നിർബാധമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതാണ്. അത് സാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ അസഭ്യം ഒക്കെയുള്ള മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനതൊക്കെ ഇങ്ങനെ കൂളായിട്ട് കേട്ടിട്ട് ആനന്ദിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്ക് സാധിച്ചാൽ നിസ്സംഗത്വം വന്നു. കാരണം എന്താ? അതിലൊന്നും ഒരു അർത്ഥമില്ല, അയാൾക്ക് അറിവില്ല, അയാൾ എന്തൊക്കെ പറയണു, ഇതൊക്കെ എന്നെ ബാധിക്കാൻ പോകുന്നുണ്ടോ? ശരീരബോധം വരുമ്പോഴാണ് നമുക്ക് ആ ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ആ ശരീരമല്ല ഞാൻ, എൻ്റെ ആത്മാവിനെ ഇതൊന്നും ബാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഈ അസംഗം, ആ വിജ്ഞാനം ഉണ്ടാവുക. അത് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടും എൻ്റെ ദൗർബല്യമാണെന്ന്. ഇയാളെ ഒന്നിനും കൊള്ളാത്തവനാ, അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും നേരം അമ്മയ്ക്കും അച്ഛനുമൊക്കെ വീട്ടിലുള്ളവരെയൊക്കെ അവൻ പരാമർശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് ആ മനുഷ്യൻ മിണ്ടാണ്ട് പാവയെ പോലെ കുത്തിയിരുന്നില്ലേ, ഒരു അടി അങ്ങോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ ചിലരൊക്കെ പറയും. പറഞ്ഞോട്ടെ, അയാൾക്കും അറിവില്ല, ഭഗവാൻ അയാൾക്കും അറിവ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചേക്കുക. ആ ഒരവസ്ഥയിലെത്തിയാൽ അത് വീര്യവാൻ എന്നാണ് പറഞ്ഞ്. ആ അസംഗ വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷ വീര്യം എന്നാണ് പറഞ്ഞ്.
എന്താ വേദവ്യാസ ഭഗവാന്റെ ഓരോരോ പ്രയോഗങ്ങൾ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് അതിനുള്ള പ്രീ കണ്ടീഷൻ. അങ്ങനെ ആയാൽ എന്ത് സാധിക്കും? യദംഘ്രിമൂലേ കൃതകേതന. അങ്ങനെ ആയാൽ ഭഗവാന്റെ അംഘ്രിമൂലത്തിൽ, അംഘ്രി എന്ന് പറഞ്ഞാൽ പാദങ്ങൾ, ആ പാദങ്ങളുടെ മൂലം കല്ലടിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കൃതകേതന. എന്താ കൃതകേതന എന്ന് പറയാൻ കാരണമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വീട് കെട്ടി താമസിക്കാമെന്ന്. എവിടെ? ഭഗവാന്റെ പാദങ്ങളിൽ വീട്, സ്വന്തം വീട് പണിത് താമസിക്കാം. പെർമിഷൻ കിട്ടി. എന്താ ഈ സ്വന്തം വീട് കെട്ടി താമസിക്കൽ? സ്വന്തം വീട് കെട്ടി താമസിച്ചാൽ ഒരു ഗുണമുണ്ട്. ആരും നമ്മളോട് ഇറങ്ങി പോകാൻ പറയില്ല. വാടകയ്ക്ക് താമസിച്ചാലോ ഉറക്കം വരുമോ? എന്നാൽ ഇയാൾ 1 മാസത്തെ നോട്ടീസേ വേണ്ടു. എവിടേക്കാ ഈ കെട്ടും കടയൊക്കെ എടുത്ത് പോവുക ഭഗവാനെ എന്നായി ചിന്ത, ഇല്ലേ? സ്വന്തം വീടാണെങ്കിലോ ഒരൊറ്റ ആളും വരില്ല. ടാക്സ് ശരിക്കും അടച്ചാൽ മതി. ഒരാളും ഇറങ്ങി പോകാൻ പറയില്ല. പറഞ്ഞാൽ പോവുകയും വേണ്ട. അതാണ് കൃതകേതന എന്ന് പറഞ്ഞ്. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് വീട് കെട്ടി താമസിക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ഇപ്പം എന്താ ഗുണം? സാധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചോദ്യം. കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞേ വേദവ്യാസൻ. എന്താ കാരണം? എന്താ കുഴപ്പം? പുനർന സംസൃതിം. പിന്നെ അങ്ങനെ സാധിച്ചാൽ പിന്നെ സംസൃതി ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല. എന്താ സംസാരം? സംസാരം വർത്തമാനം എന്നല്ലല്ലോ അർത്ഥം. ജനിക്കുക, ജീവിക്കുക, മരിക്കുക, പിന്നെയും ജനിക്കുക, പിന്നെയും ജീവിക്കുക, മരിക്കുക, ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഇങ്ങനെയുള്ളൊരു വലിയൊരു സർക്കിള് ഈ ചക്രത്തിൽ കിടന്ന് ഇങ്ങനെ നമ്മുടെ ഈ ജീവൻ പരചക്രം കൊണ്ടുകൊണ്ടിരിക്കുക. അത് വേണ്ട പിന്നെ എന്നർത്ഥം. സംസൃതിയും. പിന്നെ സംസൃതി ഇല്ല. ജനിമരണങ്ങളുടെ ചക്രത്തിൽ നമ്മൾ പെടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പെട്ടാലിപ്പം എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ദുഃഖവഹാം. എന്താ ഒരു വാക്കുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഈ സംസൃതി എന്ന് പറയുന്നത് ദുഃഖവഹമാണ്. ഈ ദുഃഖത്തിനെ വഹിക്കുന്നതാണ്. ഈ ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണമാവുന്നതാണ്. അത് പിന്നെ ഉണ്ടാവില്ല. അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞ മോക്ഷം. ഈ മോക്ഷം എന്ന് പറഞ്ഞൊരവസ്ഥ അതാണ്. കുഞ്ഞുണ്ണി മാഷെ കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? കുഞ്ഞുണ്ണി മാഷ കവിതയൊക്കെ ഉണ്ട്. എന്ത് രസമില്ലേ? കൊച്ചു കവിതയാണ്. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഒരു ദിവസം മുഴുവനും ഇരുന്ന് പ്രസംഗിക്കാനുള്ള മാറ്ററാണ് അത്. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവിതകളാണ്. അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളാണ്. എന്നാൽ വളരെ അപൂർവമായിട്ട് അദ്ദേഹം നീണ്ട ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. മധുരാണം ഫിലോസഫിക്കലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്ലോകങ്ങളും. അദ്ദേഹം ഒരു 5 or 6 ശ്ലോകം എഴുതിയിട്ടുള്ളൂ ആകെ ശ്ലോകമായിട്ട്. ബാക്കിയൊക്കെ ഈ പൊടിക്കവിതകളാണ്. അതിലൊരു ശ്ലോകം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം എനിക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി തന്നതാണ്. പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. ഞാനതിപ്പോഴും പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്കുക. അതിൽ അദ്ദേഹം പറഞ്ഞേക്കണ ഒരു കാര്യം, ഒരു ശ്ലോകം തനി മലയാളം, പച്ച മലയാളമാണ്. ഒരു വ്യാഖ്യാനം ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഗുരുവായൂർക്ക് പോവാട്ടോ നമ്മൾ. കണ്ടിടാനുണ്ടെളുപ്പം കളകമലതള കണ്ണനാമുണ്ണിയെ നാം തെണ്ടേണ്ട നാടുതോറും ഗുരുഭവനപുരത്തിങ്കലും ചെന്നിടേണ്ട. ഉണ്ടോ പൈമ്പാലൊരൽപ്പം മതി അതു നാം ഉള്ളിൽ വയ്ക്കേണം. എന്നാൽ കണ്ടിടാം കണ്ണനെത്തും കൊതിയൻ അതു കവർന്നുണ്ണുവാൻ മെല്ലെ മെല്ലെ. എന്താ ശ്ലോകം? നമ്മൾ പരക്കമ്പായ ഭഗവാനെ അന്വേഷിച്ചല്ലേ? എന്താ പറഞ്ഞ അദ്ദേഹം? ഇതൊന്നും വേണ്ട, ആൾക്ക് ഈ പാല് വലിയ ഇഷ്ടമാണേ, കുറച്ച് പാലെടുത്ത് ഉള്ളിൽ വെച്ചോളോ, ഇവിടേക്ക് വരും, ഓടി വരും.
നമ്മൾ ഈ ഇര പിടിക്കണ പോലെ, ഇര വെച്ച് പിടിക്കണ പോലെ ഭഗവാൻ ഇങ്ങോട്ട് വന്നോളും. എന്താ ഈ പാല്? ഞാൻ നേരത്തെ പറഞ്ഞേ വിനിർദ്ധുതാശേഷ മനോമല എന്ന് പറയുന്ന അവസ്ഥ. പാല് എന്ന് പറഞ്ഞാൽ വെളുത്ത സാധനം, അതിന് ശുദ്ധിയുടെ അവസ്ഥ, നിഷ്കളങ്കതയുടെ അവസ്ഥ, നന്മയുടെ അവസ്ഥ, ഇതെല്ലാം ത്തിൻ്റെയും ബിംബമാണത്, പ്രതീകമാണ് ഈ പാല്. ആ പാല് നമ്മുടെ ഉള്ളിൽ വെച്ചാൽ ഭഗവാൻ വരും. അതേ ആവശ്യമുള്ളൂ. നിങ്ങളെല്ലാവരും ഗുരുവായൂർ പോയിട്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ നേരത്തെ അസംഗവിജ്ഞാന വിശേഷ വീര്യവാൻ ഉണ്ടോ സമയം? വിശേഷ വീര്യവാൻ എന്ന് പറഞ്ഞു. ആ അസംഗം എന്ന് പറയുന്നത് നിർബാധതയാണെന്ന് പറഞ്ഞു. ഈ നിർബാധത എങ്ങനെ കൈവരിക്കാം എന്നുള്ളത് ഭാഗവതത്തിൽ അനവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളൊരിക്കലും ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ വ്യവഹാരങ്ങളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഒരു ലൗകികയായിട്ട്, ഒരു ഗൃഹസ്ഥനായിട്ട് സാധാരണ ജീവിതം നമുക്ക് നയിക്കാം. മനസ്സിൻ്റെ ഭാവമാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒതുക്കിയ മനസ്സ് നമ്മുടെ മനസ്സ് ഉണ്ടെങ്കിൽ ഈ നിർബാധത കൈവരിക്കാൻ എളുപ്പമാണ്. ഈ ഗുരുവായൂർ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടെന്നറിയാം. അവിടെ നിങ്ങൾ കണ്ടിട്ട് കാണാത്തൊരു കാര്യമുണ്ട്. ഇനി പോകുമ്പോൾ നിർബന്ധമായിട്ടത് ഒന്ന് ഇരുന്ന് കാണുകയും വേണം. നിങ്ങളങ്ങാരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ട് കാണാത്തതെന്ന് ഞാൻ പറഞ്ഞ്, വേണ്ട പോലെ കണ്ടിട്ടില്ല. എന്താണെന്നറിയോ? അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അറിയില്ലേ? അവിടെയൊക്കെ നമ്മൾ സത്സംഗങ്ങൾ കണ്ടിട്ടുണ്ട്, നൃത്തങ്ങൾ അല്ലേ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ 2 സൈഡിലൊരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു ശ്ലോകമാണ്. ആ എഴുതി വച്ചിരിക്കുന്ന ശ്ലോകം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ്, നാരായണീയ കർത്താവായിട്ടുള്ള അദ്ദേഹം. ഒരിക്കൽ കഥകളി കാണാൻ പോയി കൂട്ടുകാരുടെ കൂടെ. അവിടെ ചെന്നപ്പോൾ കളി തുടങ്ങിയിട്ടില്ല, കുറച്ച് നേരമൊക്കെ ഉണ്ടെന്ന് കേട്ടു. അവിടെ വേഷം കെട്ടണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? കൂട്ടുകാരോട് തമാശയ്ക്കായിട്ട് പറഞ്ഞ ശ്ലോകം അതെന്നാണ് പറയണത്. എന്താ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നറിയോ? ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു നാട്യരംഗമാണ്. ആ നാട്യരംഗത്തിൽ ഇങ്ങനെ നാടകം കളി നടക്കുകയാണ്. അതിൻ്റെ സംവിധായകൻ സൂത്രധാരനും ഗുരുവായൂരപ്പന. എന്താ അവിടെ നടക്കണേന്നൊക്കെ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പോകുമ്പോൾ ആ ശ്ലോകം നോക്കിക്കോളൂ, എഴുതിയെടുത്ത് പഠിച്ചോളൂ. യകൃത്വാ വിശ്വരംഗം, ഈ വിശ്വമാകുന്ന ഈ രംഗത്തിനെ ആരാണോ ഉണ്ടാക്കിയത്? രജനീയവനീകം. ഒരു സ്റ്റേജിൽ ഒരു നൃത്തം നടക്കുമ്പോൾ അഥവാ ഒരു നാടകം കളിക്കുമ്പോൾ പണ്ടൊക്കെ ഈ ഭാഗവതന്മാർ തന്നെ അഭിനയിക്കുക, പാടിക്കൊണ്ടാണല്ലോ. അതിന് ഒരു കർട്ടൻ വേണ്ടേ? അതുണ്ട്. രജനി, രാത്രിയാകുന്ന തിരശീല. രജനീയവനികം പ്രോജ്വലഭാനുദീപം. ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റുണ്ട്, അതേപോലെ ലൈറ്റ് വേണ്ടേ? ആ ലൈറ്റുണ്ട്. സൂര്യൻ, ഭാനുദീപം. അത് കഴിഞ്ഞാൽ അത് കാണാൻ കുറച്ച് ആൾക്കാർ വേണ്ടേ? അതുണ്ട്. ശശ്വസന്തുഷ്ട സത്പ്രേക്ഷകം. ഇവിടെ നാടകം നടന്നുകൊണ്ടിരിക്കുക. ആ നാടകത്തിന് അദ്ദേഹം നല്ലൊരു പേരിട്ടിട്ടുണ്ട്. എന്താ പേരെന്നറിയോ? ഭ്രാന്തി നാടകം എന്നാ പേരിട്ടെ. എന്താട്ടെ? ഭ്രാന്തി നാടകം. ഭ്രാന്തി നാട്യം വിതത്യ. ആകെ ഒരു ഭ്രാന്തി നാട്യം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ നടക്കുമ്പോൾ അതിന് പാട്ട് വേണ്ടേ? പാട്ട് വേണം. പിന്നെയോ ഡോളക്കോ അല്ലെങ്കിൽ മൃദംഗമൊക്കെ വേണ്ടേ? അതൊക്കെ ഉണ്ട്. അതെന്താ? കർമ്മൗഘോച്ചണ്ട മാർദംഗി കലയവശകാൻ. അവിടെ എങ്ങനെയാണ് നൃത്തം ചെയ്യണത്? തൻ്റെ കർമ്മമാകുന്ന ആ മൃദംഗധ്വനി അനുസരിച്ച് ചുവട് വെച്ചോണ്ടാ. അവിടെ കർമ്മൗഘ ഉച്ചണ്ട മാർദംഗികം, മൃദംഗത്തിൻ്റെ ലയവശകന്മാരായിട്ടാണ്. പിന്നെയോ പാട്ടുണ്ടോ? ഉണ്ട്. വാസനാഗാനസക്കതാൻ. തന്നിൽ ജന്മജന്മാന്തരങ്ങളായി ഉണ്ടായ കർമ്മഫലങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുള്ള വാസനകളുണ്ട്. ആ വാസനകളാവുന്ന ഗാനത്തിനനുസരിച്ചാണ് അവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഗാനാസക്താൻ. ആരാ ഇത് കളിക്കണത്? ജീവഛാത്രാൻ. ഈ ജീവന്മാരാണ് ആ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഗുരുവായിട്ടുള്ള സംവിധായകനായിട്ടുള്ള ഭഗവാന്റെ ഛാത്രന്മാരാണ്, ശിഷ്യന്മാരാണ്. ആളാണ് ഇതൊക്കെ പഠിപ്പിച്ച് ചെയ്യാൻ പറഞ്ഞേക്കണേ. ആ മായയിൽ ഇട്ടിട്ട് ഡയലോഗൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പരാണ് ചെയ്യിക്കണത്. ആട്ടെ, അപ്പോൾ ഈ സംവിധായകൻ എന്താ ചെയ്യണേ? സംവിധായകൻ ഇവരൊക്കെ ശരിക്കൊക്കെ നല്ലോണം കളിക്കണില്ലേ എന്നൊക്കെ നോക്കി രസമായിട്ട് രസിച്ചിരിക്കുക. എന്താ ഉപയോഗിച്ച വാക്കെന്നറിയോ? സ്വയം അഭിരമതേ. ഭഗവാൻ സ്വയം അഭിരമിക്കുക ചെയ്യണേ. എന്ത് ചെയ്തിട്ട്? ക്രീഡയൻ, കളിപ്പിച്ചിട്ട്. ക്രീഡൻ എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട്, ക്രീഡയൻ എന്ന് പറഞ്ഞാൽ കളിപ്പിച്ചിട്ട്. നമ്മളെ കളിപ്പിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ അത് രസിച്ചിരിക്കുകയാണ്. സോസ്തു ഭൂത്യൈ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളുടെ ഭൂതിക്കായിട്ട് ഭവിക്കട്ടെ എന്ന് ധ്യാനം. അവിടെ പ്രേക്ഷകരെ പറ്റി പറഞ്ഞിടത്തേക്കാണ് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. എന്താ പറഞ്ഞതെന്നറിയോ? ശശ്വത് സന്തുഷ്ട സത്പ്രേക്ഷകൻ. പ്രേക്ഷകന്മാരവിടെ ഇരിക്കുകയാണ്. ഈ പ്രേക്ഷകരവിടെ ഇരിക്കുമ്പോൾ ആ പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്നത് നാടകമാണെന്നറിയാം, അല്ലേ? അവർക്ക് ആനന്ദിക്കുക അത് കണ്ടതെന്നല്ലാണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള വൈകാരികത കൂടുതലില്ല. ഇവർ കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥയല്ലേ? അപ്പോൾ ആഹ്വാനം, നമ്മളിപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഭ്രാന്തി നാട്ടം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പ്രേക്ഷകരുടെ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലണം. ജ്ഞാനത്തിൽ കൂടെ സത്ത് എന്ന് പറഞ്ഞു, സജ്ജനങ്ങളുടെ സത്സംഗം കൊണ്ടൊക്കെ, ഗുരുക്കന്മാരുടെ ഉപദേശ അനുഗ്രഹങ്ങളെ കൊണ്ടൊക്കെ ജ്ഞാനം നേടിയിട്ട് അപ്പുറത്തേക്ക് കടന്നിരുന്നിട്ട് ഒരു സാക്ഷീഭാവത്തിൽ വേണം ഈ ജീവിതത്തിനെ വീക്ഷിക്കാൻ. അങ്ങനെ വീക്ഷിച്ചാൽ നമുക്ക് ഒരിക്കലും ആ നൃത്തത്തിൽ പങ്കാളിയാകേണ്ട ആവശ്യം വരില്ല. മറിച്ച് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളൊരു ആഹ്വാനമാണ് ആ ശ്ലോകത്തിൽ. നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നോക്കണം. ഇത്തരത്തിൽ ഒരു സാക്ഷീഭാവത്തിൽ നമ്മൾ ജീവിതം മുഴുവനും നോക്കി കാണാനുള്ള ഒരു ഭഗവാന്റെ പ്രേരണയും പ്രചോദനമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അസംഖ്യ വിജ്ഞാന വിശേഷ വീര്യവാന്മാരൊക്കെ ആവട്ടെ. നിങ്ങളുടെ മനോമാലിന്യങ്ങളെല്ലാം ഇവിടുത്തെ ഈ സത്രത്തിലെ പ്രവചനങ്ങളെ കൊണ്ട് ശുദ്ധിയായി മാറട്ടെ. സ്വാമിജിയുടെ ദിവ്യമായ ആ വാഗ്ധോരണി, വൈഖരി മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പവിത്രത വരട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ വീണ് കിട്ടിയ ഒരു അവസരമാണ്. എന്തൊക്കെയോ ഇങ്ങനെ പരസ്പരം സംവദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം, കൃതാർത്ഥത. അത് ഈ ശ്ലോകം അവരെഴുതും, അത് എഴുതാതിരിക്കില്ല. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ നോക്കിയില്ല, അനവധി വർഷമായിട്ട് അവിടെ ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഈ നാരായണീയത്തിൻ്റെ വനമാല വ്യാഖ്യാനം ഏറ്റവും നല്ല വ്യാഖ്യാനമാണ്, വളരെ ലളിതമായിട്ടുള്ളതാണ്. 3 പണ്ഡിതന്മാർ കൂടിയിട്ട് എഴുതിയതാണ്. അത് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പം 150 രൂപയായിട്ടാണ്, വളരെ വില കുറവാണ്. വനമാല വ്യാഖ്യാനം നാരായണീയത്തിൻ്റെ. അതിൻ്റെ ഗംഭീരമായൊരു ആമുഖമുണ്ട്. ആ ആമുഖത്തിൽ ഈ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ശ്ലോകം ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ചൊല്ലാം. യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലദ്ഭാനുദീപം ശശ്വത് സന്തുഷ്ട സത്പ്രേക്ഷകം അഖില ജഗദ്ഭ്രാന്തി നാട്യം വിതത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശകൻ വാസനാഗാനസക്താൻ ജീവഛാത്രൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂത്യൈ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യായന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി. പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി. ഹരി ഓം തത്സത്.